നമ്മളെ ഈ സാധാരണ മറ്റേ ഇങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ എന്ന് പറയുന്ന കളരിയിൽ നമ്മൾ എന്താണ് പ്രയോഗം ചെയ്യുന്നത്? കരാട്ടയില് കുംഫുലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാം. കളരിയിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എന്നത് അങ്ങോട്ടും ഇങ്ങനെ ചെയ്തോ. 3 പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഒരാളെ തൊഴുതപ്പോഴത്തേക്കും എന്നോട് എന്തെങ്കിലും അവിവേകം നിങ്ങൾ വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞിരിക്കും. യാദൃശ്ചികമാണ് കേട്ടോ. വേണമെങ്കിൽ ടീം മാറി ഞങ്ങൾ അങ്ങോട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഇനി അവിടെ തന്നെ ഇരുന്നു. ഇനി അപ്പൊ അവിടെ തന്നെ ഇരുന്നു. അതെ, ഇക്കെന്നെ കരയുന്നേ? അല്ല, കരയുന്നല്ല. ഞാൻ കളരി പഠിച്ചിട്ടുണ്ട്. ആ, ഉറപ്പാണേ? ഇത് കേൾക്കുന്നവർക്ക് നുണ പറയാൻ പറ്റുമോ? എന്നാ നിക്ക് അവിടെ സസ്പെൻസ് ആയിട്ട് നിർത്തിക്കോ. ഞാൻ കളരി പഠിച്ചിട്ടുണ്ട്. പിന്നെ സംഭവിച്ച എന്തെന്നുള്ളത് കാത്തിരുന്ന് ഗേൾസ്. നിങ്ങൾ എവിടുന്നാ വരുന്നത് രണ്ടുപേരും? മലപ്പുറം ഡിസ്ട്രിക്റ്റില് എടപ്പാൾ എന്ന സ്ഥലത്താണ്. രണ്ടുപേരും കൂട്ടുകാരാണോ? അതെ. എവിടുന്ന് കിട്ടി ഈ അർച്ചന? പാർട്ട്ണർ. നിങ്ങൾ ഒരുമിച്ച് ഒരിടത്താണോ പ്രാക്ടീസ് ചെയ്യുന്നത്? ആണ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന കലയുടെ ഇതിനെന്താ പറയാ? നമ്മൾ കളരി എടപ്പാൾ, അതിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ആണ്. ഓക്കെ, ഇതെങ്ങനെ ഇതിലേക്ക് വരാണ്ടായിരുന്ന റീസൺ? ഫാമിലി അങ്ങനെയാണ്. കളരിയാണ് എന്റെ ഫാമിലി. ആണോ? അതെ, ഫാദർ, ഗ്രാൻഡ് ഫാദർ ഒക്കെ കേട്ടല്ലോ അല്ലേ? പാരമ്പര്യമായിട്ട് കളരി. തുളുനാടനാണോ? ഞങ്ങള് തെക്കനാണ്. ചാമ്പ്യൻഷിപ്പിനൊക്കെ ഇറങ്ങുമ്പോ, മത്സരത്തിനൊക്കെ ഇറങ്ങുമ്പോ തെക്കൻ സമ്പ്രദായമാണ്. പക്ഷെ ഞങ്ങൾ കളഞ്ചാവടി നമ്മുടെ ഐറ്റം തന്നെ തെക്കനാണപ്പോ. അതുകൊണ്ട് മീശ താത്തിക്കോ. തെക്കനാണ്, നമുക്ക് പറ്റിയല്ലാന്ന്. ശരി, എന്തായാലും നമുക്ക് ഇവിടെ പെർഫോമൻസ് കാണാം. അതിന് ശേഷം നമ്മുടെ ജാഫ്രിക്ക വന്ന് നമ്മളോടൊപ്പം ഇങ്ങനെ നെഞ്ചു പിരിച്ചു നടക്കൂല. ആ വാള് കണ്ടപ്പോ തന്നെ ഞാൻ പേടിച്ചു. നമുക്ക് എന്തായാലും കാണാം. അപ്പൊ എന്തായാലും അർച്ചന, ഓൾ ദി ബെസ്റ്റ്. എന്റെ അമ്മേ. ഓക്കെ, വേണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പെർഫോമൻസ്? ഞങ്ങൾ ശരിക്കും ഞെട്ടിയിരുന്നതല്ല, ഞങ്ങൾ അത് അഭിനയിച്ച് കാണിച്ചതാണ്. അൻഷിഫ, അർച്ചന, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എന്റെ കണ്ണുകൾ ഒരൊറ്റ മുഖത്തിൽ മാത്രമായിരുന്നു. ഡയലോഗ് അടിച്ച് ഷാജു ചേട്ടന്റെ ഫ്ലെക്സി കൂടെ
ആദ്യത്തെ ഇവരിവിടുന്ന് ചിരിച്ചു. ഈ ചിരിച്ച മുഖം എനിക്ക് ഓർമ്മയുണ്ട്. ഈ കളത്തിലേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോ സാധനങ്ങളൊക്കെ വന്ന് ഇവരുടെ മുഖം വേറെ ആരൊക്കെയോ വന്ന പോലെ നിൽക്കുന്ന പോലെ. അതിന് ആദ്യം മറ്റേ തെക്കനാണോ വടക്ക് അതൊക്കെ ചോദിച്ചാല് കാണുന്നേ ഇല്ല. പക്ഷെ അവിടെ സേഫ് ആയിട്ട് ധൈര്യം പിടിച്ച് പക്രുചേട്ടൻ, ബിക്കോസ് ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ എന്നെ സേഫ് ആയിട്ട് പക്രുചേട്ടൻ അവസാനം ചോദിച്ചു കേട്ടില്ലേ ഞങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? രക്ഷപ്പെടാൻ ഇതിനൊക്കെ എന്നെ പറയുക. ഇത് എത്ര വർഷമായിട്ടെന്ന് വെച്ചാൽ ജനിച്ചത് തന്നെ ആ ഒരു കുടുംബത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക്? ഞാൻ 5 വയസ്സ് മുതലാണ് ഇത് പഠിച്ചു തുടങ്ങിയത്. അന്ന് എനിക്ക് സിസ്റ്റർ ഉണ്ട്, എൽഡർ സിസ്റ്റർ എൽഡർ ബ്രദറും ഉണ്ട്. അപ്പൊ അവർ രണ്ടാളും ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാനതിങ്ങനെ കണ്ട് പഠിച്ചതിൽ ഇറങ്ങി. ആണ്. അർച്ചനയോ? ഞാൻ 12 വർഷമായി പഠിക്കുന്നു. 12? എത്ര വയസ്സുണ്ട് ഇനിയിപ്പോ? എനിക്ക് 23. 23 വയസ്സോ? കോളേജ് പഠിക്കാണ്? പഠിച്ചു കഴിഞ്ഞു. അടിപൊളി. എന്നിട്ട് ഇപ്പോഴും ഈ കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതെ, സൂപ്പർ സൂപ്പർ. കോളേജിലൊക്കെ ആരെങ്കിലും അടുത്തൊക്കെ വരാറുണ്ടോ? കളരിയെന്ന് പറഞ്ഞാൽ പിന്നെ അടുക്കില്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞിട്ടില്ല, സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്നു. ഇപ്പോഴാണ് എല്ലാവരും അറിയാൻ പോകുന്നതെന്നുള്ളത്. ശരി. ആൻഡ് യു ഇപ്പൊ എന്ത് ചെയ്യാണ്? ഞാൻ ബേസിക്കലി സിവിൽ എഞ്ചിനീയർ ആണ്. സിവിൽ എഞ്ചിനീയർ ആണ്. നല്ല കാര്യം. ജാഫ്രിക്ക എന്നെ പറയാൻ വന്നത്? ജാഫ്രിക്ക ഞാൻ ഒന്നും പറയുന്നില്ല. അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഇക്കരെ ഞങ്ങൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ആ 2 പ്രയോഗങ്ങളൊന്നും ഒരു പ്രയോഗമില്ല. എന്താ പറഞ്ഞില്ലേ തുടക്കത്തിൽ? എന്നെ പറഞ്ഞേ ആ തുളുനാടനും വള്ളുവനാടനും അതിന്റെ തുടക്കം മാത്രം ഒന്ന് കണ്ടാ കൊള്ളാന്നൊരു അല്ല അത് കാണിക്കാനൊന്നും പറ്റിയല്ലോ കേട്ടോ. ഇപ്പൊ ഒരു കാര്യം ചെയ്തോ, ആദ്യം പിള്ളേരെ പറ്റി നല്ലത് പറഞ്ഞോ. അവർ അടിപൊളിയാന്നുള്ള ഞങ്ങൾക്ക് അറിയാം. പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ ബാക്കിയുള്ള ചോദിച്ചു പിടിച്ചൊക്കെ വാ. ശരി എന്നാ ശരി. പകർച്ചേട്ടനെ തുടങ്ങാം. പകർച്ചേട്ടാ മക്കളെ, നിങ്ങൾ രണ്ടുപേരിലും അഭിമാനം തോന്നുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, കാലത്തിന്റെ അനിവാര്യതയാണ് നിങ്ങൾ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ വീട്ടിൽ മാത്രം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഇതുപോലെയുള്ള കാര്യങ്ങളിലൂടെ ചെയ്തു മുന്നേറണം. പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, അത് വേറെ ലെവലാണ്. അതേക്കുറിച്ചിട്ട് നമ്മളിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇതിനകത്ത് എടുത്ത് ചെയ്തിരിക്കുന്ന ചില സീക്വൻസ് ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. അത് സൂപ്പർ സ്ലോ മോഷനിലൊക്കെ കാണേണ്ടി വരും. ഒരാളെ എങ്ങനെ കീഴടക്കുന്നു എന്നുള്ളത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തതിനപ്പുറത്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ 2 ഉറുമിയുള്ളൊരു കാര്യമുണ്ടല്ലോ, എനിക്ക് ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ സാധനമൊക്കെ എടുത്തു വെക്കാൻ ഒരാൾ വരൂലേ, ആ റോൾ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. ഈ വടിയൊക്കെ എടുത്ത് വെച്ച് ഇതൊക്കെ എടുത്ത് എന്ന് വെച്ചാൽ അത്ര പവർഫുൾ ആയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ പെർഫോം ചെയ്തത്. ഓക്കെ, നേരിട്ട് 2 പേരെയും കാണാൻ പറ്റി ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഗുരുക്കന്മാര്, അവർക്ക് ഞങ്ങളുടെ ആണോ ഒന്ന് വിളിക്കാമോ വേദിയിലേക്ക്? എന്റെ പേരെങ്ങനെ പറഞ്ഞു? ഹനീഫ. ഹനീഫ. അപ്പൊ അദ്ദേഹത്തെ വിളിക്കാം പ്ലീസ്. ഹനീഫ, നമസ്കാരം. നമസ്കാരം. സന്തോഷം. കാരണം മക്കളെന്ന് പറയാം അല്ലേ, എല്ലാവരും തന്നെ 3 മക്കളാണ്. ഇവൾക്ക് മുന്നേ ആരിഫ എന്ന് പറയുന്നൊരു കുട്ടിയായിരുന്നു. 2008 മുതൽ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആരിഫ കോടിയിൽ നിന്ന്. അതുപോലെ തന്നെ ആഷിഫ് എന്ന് പറഞ്ഞ ഒരു ബ്രദറും ഉണ്ട്. ആഷിഫ് ഒമാനിൽ ക്ലാസ് ഉണ്ട്, അവനോട് ജോലി ചെയ്യുന്നുണ്ട്. ഞാനും 6 വയസ്സ് മുതൽ പെർഫോം ചെയ്യണം. എനിക്കിപ്പോൾ 58 വയസ്സായി. ഇപ്പോഴും പിന്നെ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ആ കാലം മുതലേ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ക്ലാസ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നല്ലൊരു കയ്യടിയോടെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ജാഫ്രിക്കനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇക്കയുടെ 2 പ്രയോഗം കാണാൻ വേണ്ടി ഞങ്ങൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയാണ്. ആഘോഷ് കുമാർ കൊച്ചിനെ ചോദിച്ചേ, ഉപ്പ വേണോ ആ ചേട്ടൻ എന്തെങ്കിലും പറ്റിയാലോ എന്ന്? ഒന്നും നോക്കണ്ട, ചറങ്ങും മുറങ്ങും. ഹലോ, അടിപൊളി പറയാനല്ല, കാണട്ടെ. മീശയ്ക്ക് എന്തിയെ ഒന്ന് നമ്മുടെ 18ാമത്തെ അടവും കാണിച്ചു കൊടുക്കും. വടി വീശാനോ? വടി എടുത്തു കൊടുത്തോ മോളെ, വടി വീശ്. വടി കറക്കാം. ഞങ്ങള് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കറുക്കോ ഒരു ചുവടയിലൊക്കെ ചെന്നിട്ടേ ഇത് ഇങ്ങനെ ചെന്നിട്ട് പിടിക്കലൊക്കെ ഉണ്ട്. അപ്പൊ അത് അനുഗ്രഹം മേടിച്ചു. മ്യൂസിക് വരട്ടെ. ഹലോ, വടി കറക്കാന്നല്ലേ പറഞ്ഞുള്ളൂ. കാണിക്കിങ്ങനെ കാണിക്ക. ഇത് അത് പ്രതീക്ഷിച്ചില്ലേക്ക? സൂപ്പർ ആയിരുന്നു, സത്യമായിട്ട്. ഞാൻ വെറുതെ ആണെന്ന് വിചാരിച്ചത്, പക്ഷെ അത് അടിപൊളിയായിരുന്നു. സൂപ്പർ. പോലെ 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 ഇക്കല്ല, നമ്മുടെ ഈ ഫുൾ പെർഫോമൻസ് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് എത്ര കൊടുക്കാം സാറ്? എല്ലാവർക്കും അതായത് നമ്മുടെ
കോമഡി മാസ്റ്റേഴ്സിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് റേറ്റിംഗ് ആണ് 5 സ്റ്റാർ എന്നുള്ളത്. അതാണ് നിങ്ങൾക്ക് ടീമിനായിട്ട് ലഭിച്ചിരിക്കുന്നത്. അടിപൊളി അംഗീകാരമായിട്ടാണ്. അല്ല, അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെ. ഇത് തെക്കന്ന് വന്നില്ലേ, വന്നിട്ട് ആ ഒരു പ്രകടനം ഉണ്ടായിരുന്നല്ലോ, അതുകൂടെ തെക്കൻ വന്നപ്പോഴാണ് നക്ഷത്രം 5 നിറഞ്ഞത്. എനിക്ക് വയ്യ, എന്നെ ചെയ്യാനാ. അപ്പൊ നിങ്ങളുടെ ഈ ടീമിന്റെ പേരെന്ന് പറയുന്നത് HGS കളരി എടപ്പാൾ മലപ്പുറം അല്ലെ? ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ടീമിന് വേണ്ടി നമുക്ക് റെപ്രസെന്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കൂടെ ഇത്രയും പേരേ ഉള്ളൂ? ഞങ്ങളെ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് വന്നു. അവരും ആണ്. യെസ്, വിളിച്ചോളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതാണ് നമ്മൾ നൽകുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ 5 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബിളാണ്. കൺഗ്രാറ്റുലേഷൻ.